ഹായ് ഗൈസ്, നമുക്കിന്നൊരു ഷവായി ഉണ്ടാക്കിയെടുത്താലോ. ഒരു ചെറിയ മസാല ഷവായി. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കുഞ്ഞുള്ളി, പിന്നെ പുതിനയിലും മല്ലിച്ചപ്പും തക്കാളിയും കൂടിയിട്ട് പേസ്റ്റ് ചെയ്തെടുക്കണം. ബ്ലിങ്കിറ്റിൽ സ്ട്രോബെറീസ് കണ്ടപ്പോൾ ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വെച്ചു. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കശ്മീരി ചില്ലി. അത് തലേ ദിവസം സോക്ക് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് സോക്ക് ചെയ്ത് വെച്ചു. അത് നമ്മളപ്പോൾ തന്നെ തിന്നു. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കനിലേക്ക് ഈ മസാലാസ് പരട്ടി കൊടുക്കുക. മസാല ഭയങ്കര ഹെവി ആയിട്ട് നിൽക്കണം, കാരണം ഇതൊരു മസാല ഷവായിയാണ്. അപ്പോൾ അത് വളരെയധികം എടുത്ത് കാണിക്കണം. ആ മസാല ചിക്കനിൽ ഇടുന്ന ഭംഗി കണ്ടിട്ട് നമ്മൾ വീണ്ടും കുറച്ച് നേരം അതിങ്ങനെ ക്യാപ്ചർ ചെയ്ത് നിന്നു. എന്നിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇത് മാറ്റിയതിന് ശേഷം അതിൽ കുറച്ച് ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് മസാല, ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ഇനി എന്താ വിസിലടുപ്പിക്കുക, ഒരു 2 വിസിൽ. അതിനുശേഷം നമ്മൾ അത് വേറൊരു പാനിലേക്ക് മാറ്റിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ജസ്റ്റ് വെന്ത് വന്നിട്ടില്ലേ ഉള്ളൂ. അപ്പോൾ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പ്രത്യേക സ്മെല്ല് വരും. കിച്ചൺ തന്നെ കണ്ടില്ലേ, ആകെ ഒരു കുഞ്ഞൊരു ബാച്ചിലർ കിച്ചൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇത്ര പരിമിതികളിൽ കുക്ക് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് എന്താ, ഒരു ചൂട് പൊറോട്ട എടുക്കുക. നമ്മൾ ഐഡിയയുടെ പൊറോട്ടയാണ് വാങ്ങിയിരുന്നത്. പാക്കറ്റ് പൊറോട്ട ആയിരുന്നു. പൊറോട്ട ഉണ്ടാക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ പാക്കറ്റ് പൊറോട്ട വാങ്ങി അത് ചൂടാക്കി. ഇത് ശരിക്കും അടിച്ചിട്ടൊക്കെ വേണം കഴിക്കാൻ. പക്ഷേ പൊറോട്ട അടിക്കാനുള്ള സെറ്റപ്പ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അത് സ്ലാബിൽ വെച്ച് അടിക്കാനുള്ള ഒരു ഹൈജീൻ എന്നെ സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല. ഇനി പൊറോട്ട തിരിച്ചു മറിച്ചുവിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മളത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യണം. മസാല ഭയങ്കര തിക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര ടെംപ്റ്റിംഗ്. കാണാൻ മാത്രമല്ല ടേസ്റ്റും അടിപൊളിയായിരുന്നു. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു മസാല ഷവായിയാണ്. ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഭയങ്കര ഈസിയാണ്. ഒരുപാട് കുക്കിംഗ് പ്രോസസ്സ് ഒന്നുമില്ല. പക്ഷേ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കുറച്ച് ടൈം വെക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 3 hours 4 hours വെച്ചാൽ മാത്രമേ ആ ഒരു മസാല മൊത്തം ചിക്കനിലേക്ക് ഇറങ്ങുള്ളൂ. എന്നാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളൂ. സോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള മസാല ഷവായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നു വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.